പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുബീന നിലമ്പൂർ. ഖബർ സിയാറത്താണ് ഇന്നത്തെ എൻ്റെ വിഷയം, ഇൻഷാ അള്ളാഹ്. നമുക്കറിയാം, ഖബറുകൾ സന്ദർശിക്കുന്നതും ഖബറുകളിൽ മറമാടപ്പെട്ട ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും സുന്നത്താണ്. ഖബർ സിയാറത്തിൻ്റെ ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നത് ഇപ്രകാരമാണ്: നിശ്ചയം ഖബർ സന്ദർശനത്തിൽ ഗുണപാഠമുണ്ട്. അത് പരലോകത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. നിശ്ചയം അത് മരണത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഖബർ സന്ദർശനത്തെ നിങ്ങൾക്ക് ദുനിയാവിനോട് വിരക്തിയുണ്ടാക്കുന്നതാണ്. ഈ അടുത്ത കാലത്താണ് എൻ്റെ ഉപ്പ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി യാത്രയായത്. അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ എന്ന് ഈ വേള ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഉപ്പാൻ്റെ ഖബർ സന്ദർശനം കഴിഞ്ഞു വന്ന മക്കളും പേരമക്കളും ആ ഖബറിൻ്റെ വീതിയും വിസ്താരവും കണ്ട് ഭയപ്പെട്ട് ഒരു ഉൾഭയത്തോടു കൂടി ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയാണ് ഉണ്ടായത്. എങ്ങനെയാണ് തടിയുള്ള ആളുകളൊക്കെ അതിൽ കിടക്കുക എന്നും മറ്റും കുട്ടികളൊക്കെ ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ഉൾഭയം, ഈ ലക്ഷ്യത്തിൽ ഊന്നിയുള്ള ഖബർ സിയാറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കുകയും സുന്നത്ത് എന്ന നിലക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. മഹാത്മാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പ്രത്യേക കൽപ്പിച്ചിട്ടില്ല. സഹാബിമാരുടെ ചര്യം ഇത് തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അടുത്തുണ്ടായിരുന്നിട്ടും അവിടേക്ക് സന്ദർശിക്കുന്നവരുടെ പ്രവാഹം നിയന്ത്രിക്കുകയാണ് ചെയ്തത്. അവരൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്തുകൊണ്ടായിരുന്നില്ല ഖബർ സന്ദർശിക്കാൻ ചെയ്തത്. അഷ്റല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശൈലിയിൽ തൻ്റെ ഒരു തട്ടം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇട്ടുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞ് വിഷമം തോന്നുമ്പോൾ അത് മുഖത്തു നിന്ന് നീക്കം ചെയ്യും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരുന്നു, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ശപിക്കട്ടെ, അവർ തങ്ങളുടെ നബിമാരുടെ ഖബറുകൾ പ്രാർത്ഥനാ കേന്ദ്രമാക്കി. ആളുകൾ പ്രാർത്ഥനാ കേന്ദ്രമാക്കുമെന്ന ഭയമില്ലായിരുന്നുവെങ്കിൽ അനുചരന്മാർ അവിടുത്തെ ഖബർ വെളിയിൽ എവിടെയെങ്കിലും ആക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിനുള്ളിൽ ഒരിക്കലും ആക്കുമായിരുന്നില്ല. എന്നാലും ഭാവിയിൽ ഒരു കാലത്ത് ജനങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രമാക്കി മാറ്റുമോ എന്ന ഭയം ഉണ്ടായിരുന്നു അവർക്ക്. ഖബർ സന്ദർശനത്തിനായി പ്രത്യേകം യാത്ര സംഘടിപ്പിക്കുന്നതും ആ യാത്രയെ പുണ്യ യാത്രയായി കാണുന്നതും ഇസ്ലാം വിലക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, 3 പള്ളികളിലേക്കൊഴികെ പുണ്യം തേടിപ്പോകരുത്: മസ്ജിദുൽ ഹറം, എൻ്റെ പള്ളിയായ മസ്ജിദുൻ നബവി, മസ്ജിദുൽ അഖ്സ എന്നിവയാണ്. നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.